എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. 2025 ജൂൺ മാസത്തിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. റിസർവ് ബാങ്കിന്റെ നയ അവലോകന യോഗം കഴിഞ്ഞിരിക്കുകയാണ്. പണപ്പെരുപ്പം കുറഞ്ഞതിനെ തുടർന്ന് റിപ്പോ നിരക്ക് 50 ബേസിക് പോയിന്റ് കുറച്ചതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതോടെ റിപ്പോ നിരക്ക് 6% നിന്നും 5% കുറഞ്ഞു. ഭവന വായ്പ, വാഹന വായ്പ, കോർപ്പറേറ്റ് വായ്പകൾ അടക്കുന്നവർക്ക് ഇത് ആശ്വാസമാകും. RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ നേതൃത്വത്തിൽ നടന്ന പണ നയ അവലോകന യോഗത്തിൽ വായ്പാ നിരക്ക് കുറയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ റിപ്പോ നിരക്കാണിത്. 2022 ഓഗസ്റ്റ് 5-ന് 5.40% റിപ്പോ നിരക്ക്. 2025 ഫെബ്രുവരി മുതൽ RBI പോളിസി നിരക്ക് 100 ബേസിക് പോയിന്റ് കുറച്ചിരുന്നു. ഏപ്രിലിൽ നടന്ന മുൻ നയ അവലോകന യോഗത്തിൽ 25 ബേസിക് പോയിന്റ് കുറച്ച് 6% തുടർച്ചയായ 3-ാം തവണയാണ് RBI നിരക്ക് കുറക്കുന്നത്. പണപ്പെരുപ്പം കഴിഞ്ഞ് 3 മാസമായി 4% താഴെയാണ്. പണപ്പെരുപ്പം കുറയുന്ന സാഹചര്യത്തിൽ വളർച്ചയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് RBI തീരുമാനം. ബാങ്കുകൾ RBIയിൽ നിന്നും ഫണ്ട് കടമെടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്കാണ് റിപ്പോ നിരക്ക്. ഇത് പ്രകാരം ബാങ്കുകളിൽ നിന്നും വിവിധ ലോണുകൾ എടുത്തിട്ടുള്ള ആളുകൾക്ക് പലിശയിൽ കുറവ് വരും. പ്രമുഖ പൊതുമേഖലാ ബാങ്കുകളുടെ പലിശ നിരക്കുകൾ ഉടൻ പ്രഖ്യാപിക്കാനാണ് സാധ്യത. മാസ EMI അടവ് ഉള്ള ആളുകൾക്ക് തുകയിൽ കുറവോ അല്ലെങ്കിൽ തവണകളിൽ കുറവോ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സ്വീകരിക്കാനുള്ള അവസരം ഉണ്ടാകും. നിക്ഷേപത്തിനുള്ള പലിശ നിരക്കും കുറയാനുള്ള സാധ്യതയുണ്ട്. പണനയ അവലോകന യോഗത്തിൽ സ്വർണ്ണ വായ്പ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തിയിട്ടുമുണ്ട് റിസർവ് ബാങ്ക്. 2.5 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ വായ്പകൾക്കുള്ള ലോൺ ടു വാല്യൂ അഥവാ LTV അനുപാതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 75% നിന്നും 85% വർദ്ധിപ്പിച്ചത്. ഈ തീരുമാനം സ്വർണം പണയം വെക്കുന്നവർക്കും ചെറുകിട വായ്പക്കാർക്കും ആശ്വാസമാണ്. LTV അനുപാതം വർദ്ധിപ്പിച്ചതിൽ പലിശ ഘടകങ്ങളും ഉൾപ്പെടുന്നു. അതിനാൽ 1 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണം പണയം വെച്ചാൽ ഇപ്പോൾ 85,000 രൂപ വരെ ലഭിക്കും. ഇതിനു മുമ്പ് ഇത് 75,000 രൂപ വരെയായിരുന്നു ലഭിച്ചിരുന്നത്. മുമ്പത്തേക്കാൾ 10,000 രൂപ വരെ കൂടുതൽ ലഭിക്കുന്ന തരത്തിലാണ് റിസർവ് ബാങ്കിന്റെ ഇളവ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2.5 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള സ്വർണ്ണ വായ്പകൾക്ക് മാത്രമാണ് ഈ ഇളവുകൾ ലഭിക്കുക. ഇളവ് സ്വർണ്ണപ്പണ വായ്പകൾ കൂടുതലുള്ള ഗ്രാമപ്രദേശങ്ങളിലും അർദ്ധനഗരങ്ങളിലും വായ്പയെടുക്കുന്നത് എളുപ്പമാക്കുമെന്നും കരുതുന്നു. ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളായ NBFCക്കും തീരുമാനം ആശ്വാസമാണ്. റിസർവ് ബാങ്കിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇത്തരം സ്ഥാപനങ്ങളുടെ ഓഹരികളിൽ ഇന്ന് ഉണർവ് രേഖപ്പെടുത്തി. 3-ാം കക്ഷി ഏജന്റുമാരുടെ അമിത ഉപയോഗം, ലേല പ്രക്രിയയുടെ ക്രമക്കേടുകൾ, ദുർബലമായ റിസ്ക് നിയന്ത്രണ സംവിധാനങ്ങൾ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ ഏപ്രിൽ മാസം നടന്ന ആദ്യ അവലോകന യോഗത്തിൽ സെൻട്രൽ ബാങ്ക് ചൂണ്ടിക്കാണിച്ചിരുന്നു. സ്വർണ്ണ വായ്പക്ക് ക്രെഡിറ്റ് വിലയിരുത്തൽ ആവശ്യമില്ല എന്നും റിസർവ് ബാങ്ക് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എൻഡ് യൂസ് മോണിറ്ററിംഗ് PSL വായ്പകളിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തും. ഇതോടെ വായ്പ നൽകുന്നവർക്കും കടം വാങ്ങുന്നവർക്കും ഇടയിൽ പ്രക്രിയയുടെ സമയം കുറയ്ക്കുന്നതും വേഗത്തിൽ തുക ലഭ്യമാക്കുന്നതിനും സഹായിക്കും. ചെറുകിട വായ്പകൾ വേഗത്തിലാക്കാൻ ഇതുവഴി സാധിക്കുന്നതാണ്. അപ്പൊ ഇന്നത്തെ നയ അവലോകന യോഗത്തിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള 2 പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, റിസർവ് ബാങ്കിന്റെ റിപ്പോ നിരക്ക് 0.5% കുറച്ചു. അതുകൊണ്ട് തന്നെ ലോൺ എടുത്തിട്ടുള്ള ആളുകൾക്ക് പലിശ കുറയും. അതുപോലെ തന്നെ സ്വർണ്ണ വായ്പയിൽ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് 85% പണം ലഭിക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ഇതുവരെ